എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, ഇനി ഒരു മുട്ട പൊട്ടിച്ചതും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നില്ല, ആ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മാവിത ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ട. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പുമ്മലേക്ക് അല്പം മൈദ തൂകിയിട്ട് നമുക്കതിലേക്ക് ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പരത്താനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഈസിയാണ് ഇത് പരത്തിയെടുക്കാൻ. അങ്ങനെ നല്ലതുപോലെ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ക്യാമറ ഒന്ന് ബ്ലറായി പോയിട്ടുണ്ടേനു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നല്ലതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചുരുട്ടി അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ വലിയ ഷീറ്റായിട്ട് നിങ്ങൾക്ക് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പരത്തുന്നതിന് മുമ്പായിട്ട് മാവ് ഈക്വലായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അത് റോൾ ചെയ്തതിന് ശേഷം ബാക്കി ഉള്ളത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സെയിം വലുപ്പത്തിൽ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇതുണ്ടാവുക. ഈ ഒരു രീതിയിൽ
മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കുക. ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം കൈൻ്റെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തുന്നില്ലെങ്കിൽ അങ്ങനെ പരത്തണ്ട. കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം കൈൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സ്നാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഭാഗവും കൂടി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലാണ് കറക്റ്റ് ഉള്ളെല്ലാം വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി എണ്ണയിലിട്ടിട്ട് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.